വീഡിയോയിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എഴുതുന്ന NMMS പരീക്ഷയെക്കുറിച്ച് ധാരാളം വിദ്യാർത്ഥികൾക്ക് സംശയങ്ങളുണ്ട്. വെറുതെ ചുമ്മാ പോയിട്ട് പരീക്ഷ എഴുതിയാൽ NMMS പരീക്ഷ ലഭിക്കുമോ എന്നുള്ള ഒരു ചോദ്യം സാധാരണഗതിയിൽ കുട്ടികൾ ചോദിക്കാറുണ്ട്. NMMS പരീക്ഷയ്ക്ക് കൃത്യമായിട്ടുള്ള പഠനമുണ്ടെങ്കിൽ മാത്രമേ NMMS പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്കറിയാം, കേരളത്തിലെ 3500 വിദ്യാർത്ഥികൾക്കാണ് NMMS പരീക്ഷ പാസ്സായതിനു ശേഷം സ്കോളർഷിപ്പ് നൽകുന്നത്. ഇന്ത്യയിലാകെ ആകെ NMMS സ്കോളർഷിപ്പ് നൽകുന്നത് 1 ലക്ഷം പേർക്കാണ്. ഇപ്പോ കേരളത്തിൽ തന്നെ ലക്ഷക്കണക്കിന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് വെറും 3500 പേർക്കാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ വെറുതെ പോയി പരീക്ഷ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കും എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള 1-2 പേരൊക്കെ ഉണ്ടാവും. 1000-ലോ 10,000-ലോ 2 പേര്. കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ NMMS നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. NMMSന്റെ ആ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇരുന്ന് പഠിച്ച് ആ പരീക്ഷയെ മുന്നിൽ കണ്ട് അതിന് ലക്ഷ്യം വെച്ച് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് NMMS സ്കോളർഷിപ്പ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണഗതിയിൽ ടീച്ചേഴ്സ് ഒക്കെ പറയുന്ന ഇതാണ്, 8ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരമാണ്, ജസ്റ്റ് പോയി അറ്റൻഡ് ചെയ്തോ, നിങ്ങൾക്ക് ആ പരീക്ഷ എഴുതിയാൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുമെന്നുള്ളത്. ഇത് വെറും തെറ്റിദ്ധാരണയാണ്. നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ജസ്റ്റ് പോയി അറ്റൻഡ് ചെയ്യുക, പരീക്ഷ ചെയ്ത് നിങ്ങൾക്ക് ഒരിക്കലും ആ സ്കോളർഷിപ്പ് ലഭിക്കില്ല. കൃത്യമായിട്ടുള്ള പഠനം വേണം. ആ പഠനം അത് ശരിയായ രീതിയിൽ നടന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയും സമയമുണ്ട്. 4 മാസത്തോളം. ഡിസംബർ മാസത്തിലാണ് പരീക്ഷ വരുന്നത്. ഓഗസ്റ്റ് ആയിട്ടുള്ളൂ. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തിലാണ് പരീക്ഷ വരുന്നത്. അപ്പൊ ഈ ഒരു സമയം മുതൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, NMMSന് വേണ്ടിയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ജസ്റ്റ് പോവുക, അറ്റൻഡ് ചെയ്യുക, പരീക്ഷ ക്രാക്ക് ആകും എന്നൊരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. അപ്പൊ NMMSനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ആ പരീക്ഷയുടെ ഘടനയെ കുറിച്ച് അറിയാമെങ്കിൽ അതിനുവേണ്ടി ഇന്ന് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. അതിനനുസരിച്ച് പഠിക്കുക. അതിനനുസരിച്ച് പഠിച്ചതിന് ശേഷം ആ ഒരു ലക്ഷ്യത്തോടു കൂടി മുന്നേറുക. എന്നിട്ട് പോയി പരീക്ഷ എഴുതി നോക്കൂ. 3500 പേരിൽ നിന്ന് ഒരുവനായിട്ട് അല്ലെങ്കിൽ ഒരുവളായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കുമെന്നാണ്. അപ്പോ ആ രീതിയിൽ വേണം നിങ്ങൾ പരീക്ഷയെ അഭിമുഖീകരിക്കേണ്ടത്. ഓക്കെ. അപ്പൊ NMMSന്റെ പേപ്പറുകള്, അതിന്റെ സ്ട്രക്ചർ, അതിന്റെ പാറ്റേൺ, എങ്ങനെയാണ് മാർക്കിന്റെ രീതി, ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം നമ്മൾ NMMS പരീക്ഷയെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത്. ഇതുപോലെ തന്നെയാണ് ഭാവിയിൽ നിങ്ങൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ടും നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അല്ലാതെ ജസ്റ്റ് പോവുക, അറ്റൻഡ് ചെയ്യുക, ഞാൻ പാസ്സാകും അല്ലെങ്കിൽ എനിക്കത് കിട്ടും എന്നുള്ള ഓവർ കോൺഫിഡൻസ് ഒരിക്കലും നിങ്ങളെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കില്ല. കൃത്യമായിട്ടുള്ള പഠനം വേണം, സ്ട്രാറ്റജീസ് വേണം, അതിനനുസരിച്ചുള്ള മുന്നൊരുക്കം വേണം, അതിനനുസരിച്ച് വേണം ആ എക്സാം അറ്റൻഡ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ റിസൾട്ട് വെയിറ്റ് ചെയ്ത് നോക്കും. നിങ്ങൾക്ക് എന്തായാലും ആ റിസൾട്ട് പോസിറ്റീവായിട്ട് ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പൊ NMMSുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് 10 to Learn NMMS എന്നുള്ള ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 10 to Learn NMMSന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഫ്രീ ആയിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അത് ഈ വീഡിയോയുടെ കമന്റിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. NMMSുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ 10 to Learnന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9562-654-789 എന്നുള്ള വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ടെക്സ്റ്റ് ആയിട്ടോ വോയിസ് ആയിട്ടോ മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉടനടി ഞങ്ങൾ മറുപടി നൽകാവുന്നതാണ്. ഓക്കെ. അപ്പൊ നന്നായിട്ട് പഠിക്കുക, കൃത്യമായി തയ്യാറെടുക്കുക, നന്നായി പോയി പരീക്ഷ എഴുതുക. ഓൾ ദി ബെസ്റ്റ്.